കെമിക്കൽസ് വിഷടിക്കാണ്ട് നമുക്ക് എങ്ങനെ ഈ പ്രാണികളെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് കൊല്ലാമെന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ഇത് കണ്ട അപ്പം അത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിറമോൺ കെണി എന്നതിനെ പറയാം. പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇടുന്നത്. പഴവർഗ്ഗങ്ങൾക്ക് വേറെ ഉണ്ട്. അപ്പം ഇതുപോലെ ഒരു കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗം തുളച്ച് ഇങ്ങനെ 2 ഉണ്ടാക്കിയിടാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ചെപ്പടക്കം വാങ്ങാനൊക്കെ കിട്ടും മാർക്കറ്റിൽ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കുപ്പികൾ ഇതിങ്ങനെ ഇട്ടാലും നമുക്ക് ഇതിൻ്റെ ഉപകാരം നടക്കും. ഇതെൻ്റെ കഴിഞ്ഞ വർഷം ഇട്ടിരുന്ന കെണിയുടെ ഇതാണ്. അപ്പോൾ ഇത് കളയണമെങ്കിൽ ഇത് ഒരു 3 മാസത്തേക്ക് ഇതിന് പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിനെ മാറ്റിയിട്ട് അതിനകത്തൊരു പീസ് പോലെ ഇടാണോ ചെയ്യുന്നത്? ഇതിൻ്റെ ഉള്ളിലാണ് ഈ കഷ്ണം. ഈ കവറിനകത്ത് ഇങ്ങനത്തെ പീസാണോ കിട്ടുക? അതാണ് കിട്ടുക. ഇത് ഫിറമോൺ കെണി എന്ന ഫിറമോൺ. നമ്മൾ കൈ കൊണ്ട് ഇടണമെന്ന് കുഴപ്പമില്ല? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഫിറമോൺ ഇതിൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനത്തെ ഫിറമോൺ വെച്ച് കഴിഞ്ഞാൽ ഈ ആണീച്ചകളെ അട്രാക്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇതിനാണ് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിടാം. നിങ്ങൾ കണ്ടു, ഇതിപ്പോൾ ഇത് പുറത്ത് ഇത്തിരി നേരം വെക്കുമ്പോൾ തന്നെ ആ പ്രാണികൾ ഇപ്പോൾ വരും. ഇവിടെ കാണാപ്പോൾ തന്നെ. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഈ പ്രാണികൾ വീണിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതാണ്ട് തൂക്കിയിടണം നമ്മൾ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. പ്രാണികൾ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ് ചത്തോളൂ. ഇത്തിരി സോപ്പും പത എന്തെങ്കിലും ഉണ്ടായാൽ ബെസ്റ്റായി. ആ വെള്ളത്തിൽ 2-3 തുള്ളി എന്തെങ്കിലും ഡിറ്റർജൻറ്റ്, നമ്മുടെ പാത്രം കഴുകുന്നതോ അതോ തുണി കഴുകുന്നതോ ആയിട്ടുള്ള സാധനം അല്ല, ഒരിത്തിരി പത. ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഇതുണ്ട് ഒരു ഈച്ച വന്നുണ്ട് അവിടെ. ഈ കവർ പൊട്ടിച്ചോളി ഞാനുണ്ടാ. കണ്ട അവറ്റുള്ള പിടിക്കാൻ പറ്റണ്ട ഫോട്ടോ. വന്ന് പിടിങ്ങി ഈച്ചകൾ ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചാൽ നിറച്ച് ഈച്ചപ്പോൾ തന്നെ കയറും. അതാണ് കണ്ട ഇവിടെ വെച്ചപ്പോൾ എനിക്ക് ഓടി വന്നാണ്ടോ ഒരു ഉണ്ടോ. അത്രയാണ് അതിൻ്റെ ആ മണം കണ്ട. ഒരു ചെറിയൊരു മണം കണ്ട ഫിറമോണിൻ്റെ ഇത് വീഴും അതിൻ്റെ ഉള്ളിൽ. ഈച്ച വന്നു തുടങ്ങി, ഇപ്പം തന്നെ വന്നു തുടങ്ങി. ആ ഫിറമോണിൻ്റെ ഒരു നേരിയൊരു സ്മെല്ല് ഇത് അടുത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇനി കൊണ്ട് തൂക്കാം. ഇത് ഓരോന്ന് ഇട്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഇതിൽ നിറച്ച് ഈച്ച വരും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ്. ഈ കുപ്പിന് ഞാനിവിടെ ഉണ്ടാക്കിയതെന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ നല്ല സ്റ്റൈൽ മോഡലൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. പക്ഷെ ഇത് മാത്രമായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 110 രൂപ ആ ഫിറമോൺ ആ പീസിന് തന്നെ വരും. പിന്നെ കുപ്പിക്ക് അത്ര വലിയ വിലയൊന്നും വന്നില്ല, പ്ലാസ്റ്റിക് കുപ്പി. പക്ഷെ നമുക്ക് ഇത് സുഖമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനടപ്പിന് ഒരു തുള കുത്ത, അതിൽ തൂക്കിയിടുക. ഇത് വെള്ളത്തിൽ മുട്ടരുത്. ഇപ്പോൾ പ്രാണികൾ ഇതേപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരത് മേടിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് അത്ര നേരെ കണ്ട. അപ്പോൾ നമ്മളിത് കുറച്ച് ഇതിങ്ങനെ അടഞ്ഞിരുന്നാൽ ഇതിങ്ങനെ താഴ്ത്തി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ പിന്നെ വരില്ല. നമ്മുടെ പറമ്പിൽ എവിടെയൊക്കെ പച്ചക്കറി കുറേ അധികമൊന്നും വേണ്ട. അവരിപ്പോൾ ഒരേക്കറിനൊന്നൊക്കെ പറഞ്ഞാലും നമുക്ക് 2-3 എണ്ണം നമ്മുടെ അപ്പുറമൊക്കെ ആയിട്ട് കൊണ്ടിടാം. നമ്മുടെ ഓരോന്നോരോന്ന് ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചത്ത് വീഴും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പറന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ വീഴും. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് നല്ല സാധനമാണ് ഫിറമോൺ എന്ന് പറഞ്ഞാൽ. ഫിറമോൺ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. ആരെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പം മമ്മിക്ക് കമന്റ് ബോക്സിൽ കമന്റ് കാണുമ്പോൾ റിപ്ലൈ ചെയ്യാലോ. അപ്പൊ താങ്ക് യു. ആണ് അവസ്ഥ. ഫുള്ള് പ്രാണികളാണ്. ഈ പയറിനൊക്കെ തിന്നാൻ വരുന്ന പ്രാണികളാണ് ചെത്ത് മെലിഞ്ഞ് കിടക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ളത് ട്രൈ ചെയ്യുക. ഭംഗിയുള്ള ചെപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓൺലൈനിൽ വാങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്.